ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം. അത് ഫൈബർ റിച്ച് ആണ്, കാലറി ഉണ്ട്, കഴിക്കാം, കൊളസ്ട്രോൾ ഇല്ല. പക്ഷെ ഡയബറ്റീസ് വരുമ്പോൾ അവിടെ പ്രശ്നമുണ്ട്, അവിടെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കാലറി ബേസ്ഡ് ഡയറ്റ് എല്ലാ ഇൻക്ലൂഡ് ഓരോ വ്യക്തിയും, എനിക്ക് ഇന്നൊക്കെ ജോലി ഞാൻ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ എൻ്റെ ഒരു കാലറി ആവശ്യമായിരിക്കില്ല 24 മണിക്കൂറല്ലോ റോഡിൽ പണിയെടുക്കുന്ന ഒരു കൂലിക്കാരന് വേണ്ടത്. അയാൾക്ക് നല്ല കാലറി 1800 കാലറി വേണം, എനിക്ക് ചിലപ്പോൾ 1100 മതിയാവും ഒരു ദിവസത്തെ കാലറി. അപ്പോൾ അയാൾ 1100 പറഞ്ഞാൽ അയാൾ ഈ ഒരു കൊളാപ്സ്. അപ്പം അങ്ങനെ ഓരോരുത്തരും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് എനിക്ക് ഇത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, അപ്പം ഞാൻ ഇത്ര ഭക്ഷണം കഴിക്കണം, അതിൽ പൂരിത കൊഴുപ്പ് എത്രയാക്കണം എന്നുള്ളത്. അതായത് ഏറ്റവും നല്ലത് വൈറ്റ് മീറ്റ് കഴിക്കാം, ഫ്രൈഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക, ലീൻ മീറ്റ് ആക്കുക, റെഡ് മീറ്റ് കഴിക്കാതിരിക്കുക, ഫിഷ് നന്നായി കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കുക, ഫൈബർ ഡയറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, ക്രമമായിട്ട് വ്യായാമം. ഇത്രയും മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റും, ചെലവില്ല. നടക്കാൻ പോകാനാണെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. കളിക്കാൻ പോകണമെങ്കിൽ ചിലപ്പോൾ വേറൊരാൾ വേണം, ഷട്ടിൽ കളിക്കണമെങ്കിൽ 2 പേര് വേണം, അല്ലെങ്കിൽ 4 പേര് വേണം. സ്വിമ്മിങ്ങിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ വേണം. ഇതൊന്നും ആവശ്യമില്ലാത്തവരാണ് ക്വിക്ക് വാക്കിങ്, ബ്രിസ്ക് വാക്കിംഗ്. അതാണ് ബെസ്റ്റ് ഫോം ഓഫ് എക്സസൈസ്. അല്ലെങ്കിൽ സൈക്ലിംഗ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമം ഏർപ്പെടുക, ഹാർട്ട് ഹെൽത്തി ആയിട്ട് ചിന്തിക്കുക, അപ്പം തന്നെ സമൂഹം മാറും.